ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിന്റെ ഹൃദയമായ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്റർ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ആദ്യ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 30, 60, 90, 45, 45, 90 എന്നുള്ള ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ. യെസ്, സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 90, ആംഗിൾ എ സി ബി 45, എ ബി 7 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഈസിയാണ്, ക്വസ്റ്റ്യൻ ഈസിയാണ്. ഇവിടെ ഇത് 45 തന്നിട്ടുണ്ട്. ഇത് എത്രയാണ്? 45. മക്കളെ, ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90. അങ്ങനെ സുനാപ്പിട്ട് അതിന് 90 എന്ന മീനിങ്. ഈ സാധനത്തിന്റെ പേരെന്താണ്? 90. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അടുത്തത്, ഇവിടെ 45ഉം ഇവിടെ 90ഉം ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 45. ഈസ് ഇറ്റ് ക്ലിയർ? മക്കളെ, ഇത് എത്ര ഡിഗ്രിയാണ്? 45. ഇതുവരെ സെറ്റാണോ? ഇതുവരെ സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് വെച്ചോ. 45ന് ഓപ്പോസിറ്റ് 7 ആണെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റ് എന്താണ്? 7. ഇവിടെ എന്തായിരിക്കും? 7√2. 7 7 7√2, 8 8 8√2. പാടിക്കോ, അതാണ് ഇവിടുത്തെ പാട്ട്. എന്താ പാട്ട്? 7 7 വന്ന എന്താണ്? 7√2. 8 8 വന്നാൽ എന്താണ്? 8√2. 10 10 വന്നാൽ എന്താണ്? 10√2. ഇത്രേ ഉള്ളൂ. 7 7 വന്നാൽ എന്താണ്? 7√2. 8 8 വന്നാൽ എന്താണ്? 8√2. തേങ്ങ തേങ്ങ, മാങ്ങ മാങ്ങ, ചക്ക ചക്ക. സിമ്പിൾ അല്ലേ? സോ എസിയുടെ ആൻസർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. 7√2. ഈസ് ഇറ്റ് ക്ലിയർ? ഇനിയാണ് ടിസ്റ്റ്. ബി ക്വസ്റ്റ്യൻ നേരെ നോക്കിക്കോളൂ. ഒരു സ്ക്വയർ വരക്കുകയാണ്. എങ്ങനെ സ്ക്വയർ വരക്കുന്ന അറിയോ? എസി, ഇതാ ഈ എസി ഉണ്ടോ? ഈ എസി 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 ഉണ്ടോ? ഈ എസി സൈഡായിട്ട് ഒരു സ്ക്വയർ അങ്ങോട്ട് വരക്കുകയാണ്. ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ അങ്ങോട്ട് വരക്കുകയാണ്. ഒരു സ്ക്വയർ അങ്ങോട്ട് വരക്കുകയാണ്. അതിന്റെ ഏരിയ എന്തായിരിക്കും? എന്താണ് സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ? സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈഡ് സ്ക്വയർ അല്ലടാ. എന്താണ് സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ? എന്താണ്? സൈഡ് സ്ക്വയർ. ഇവിടെ സൈഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 7√2. അപ്പൊ നേരെ നോക്കിക്കോളൂ കേട്ടോ. 7√2. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇതില് 7 എന്നതിന്റെ സ്ക്വയർ എത്രയാണ്? 49. ഇത് മക്കളെ മനസ്സിലായോ? 7 എന്നതിന്റെ സ്ക്വയർ എത്രയാണ്? 7 എന്നതിന്റെ സ്ക്വയർ എത്രയാണ്? 49. നേരെ മറിച്ച് √2ന്റെ സ്ക്വയർ എത്രയാണെന്ന് അറിയോ? 2. അങ്ങനെയാണെങ്കിൽ √3ന്റെ സ്ക്വയർ എത്ര? 3. √5ന്റെ സ്ക്വയർ എത്ര? 5. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ √2ന്റെ സ്ക്വയർ എത്രയാണ്? 2. സോ 49 × 2 എത്രയാണ് ആൻസർ വരിക? 98. ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടോ? സോ ഇക്വേഷൻ നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. എന്താണ് സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ? സൈഡ് സ്ക്വയർ. ഇവിടെ സൈഡ് എന്താണ്? 7√2. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. √2ന്റെ സ്ക്വയർ എത്രയാണ്? 2. സോ 49 × 2 എന്നുള്ളത് എന്ത് വരും? 98. സിമ്പിൾ ബട്ട് പവർഫുൾ. അടുത്ത ഈ പാർട്ടിലുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 പിക്ചർ മാത്രം വരച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി. ഫൈൻഡ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം. ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇതിന്റെ ഏരിയ കാണുക. ഇത്ര മാത്രം എഴുതിയാൽ മതി. ഏരിയ കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ പാരലോഗ്രാമിന്റെ ഏരിയ കാണുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മക്കളെ, ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു പാരലോഗ്രാം ഇല്ലേ? ആ പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ സിമ്പിൾ ആണ്. ഹലോ, നോക്കിക്കോ. ഏരിയ എന്ന് പറഞ്ഞ ഇക്വേഷൻ BH. ഇപ്പൊ തന്നെ പഠിക്കുക. പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറഞ്ഞ എന്താ ഇക്വേഷൻ? BH. ഒന്നും അറിയില്ലെങ്കിൽ അതേലും എഴുതി വെക്കുക. എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ? B × H.
പാരലോഗ്രാം എന്ന് കണ്ട ഏരിയ എന്ന് ചോദിച്ചാൽ അപ്പൊ എഴുതിയൊക്കെ ബി ഇൻറ്റു എച്ച്. എന്താണ് ഇവിടെ ബി തന്നിട്ടുണ്ടോ? എത്രയാണ് ബി? ഒന്ന് സൈഡിൽ എഴുതി വെച്ച ബി എത്രയാണ്? 10. എച്ച് എത്രയാണ്? എച്ച് നമ്മൾ കാണണം. എച്ച് നമ്മൾ കാണണം. നേരെ നോക്കിയിരുന്നോ. ഇങ്ങനെ ഈ മുകളിൽ നിന്ന് താഴേക്ക് വരക്കണ ഈ ലൈനിന്റെ പേരാണ് മക്കളെ എച്ച്. ഇതിന്റെ പേരാണ് എന്ത്? എച്ച്. ഈ നേരെ നോക്കിയിരുന്നോട്ടോ. നേരെ നോക്കിയിരുന്നോളൂ. 90 ഡിഗ്രി. ഇതാ ഇവിടെ ഒരു 90 ഉണ്ടോ? ഇവിടെ ഒരു 90 ഉണ്ടോ? ഈ 90ക്ക് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3. നേരെ നോക്കിയിരുന്നോ. നേരെ നോക്കിയിരുന്നോ. നേരെ നോക്കിയിരുന്നോ. ഇവിടെ കേട്ടോ 60. ഈ 60 ഇവിടെ എഴുതിയത് ഈ ആംഗിൾ ആണ് 60 എഴുതിയത്. ഈ ആംഗിൾ ആണ് 60 എഴുതിയത്. ഈ ആംഗിൾ ആണ് 60 എഴുതിയത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 3. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 3. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? 3√3. സോ ഹൈറ്റ് നമുക്ക് എന്ത് കിട്ടി? 3√3. ഇനി സിമ്പിൾ ആണ്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബി ഇൻറ്റു എച്ച്. മനസ്സിലായോ? ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ കൊടുക്കുക? എന്താ ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുക്കുക? 10. മനസ്സിലായോ? ബി എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 10. മക്കളെ മനസ്സിലായോ? എച്ച് എന്ത് കൊടുക്കണം? 3√3. എച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് 3√3. 10 ഇൻറ്റു 3√3. 10 ഉം 3 മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര? 30√3. സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? ക്ലിയർ അല്ലേ? ഇത് നേരെ മനസ്സിലായില്ലേ? മനസ്സിലായോ ഇല്ലേ? അടുത്തത് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ ഈ ക്വസ്റ്റ്യൻ എഴുത്. ഈ ക്വസ്റ്റ്യൻ എഴുത്. സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ മോഡൽ എക്സാം 2023 ചോദിച്ച ഈ ക്വസ്റ്റ്യൻ. ഈ പിക്ചർ മാത്രം വരച്ചാൽ മതി. ഇന്നത്തെ എല്ലാ മെഷർമെന്റുകളും കണ്ടാൽ മതി. ഈ പിക്ചർ മാത്രം വരയ്ക്കുക. ഇന്നത്തെ എല്ലാ മെഷർമെന്റുകളും കാണും. ഈ പിക്ചർ വേഗം 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 വേഗം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ. നോക്കിക്കോളൂ കേട്ടോ. നേരെ ഇങ്ങോട്ട് മാത്രം നോക്കിക്കോളൂ. ഹലോ, എന്തായാലും പഠിച്ചോ. 30, 60, 90, 100% ഒരു ക്വസ്റ്റ്യനാ. നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായ എത്ര ഡിഗ്രിയാ? 90. ഇനി ഇവിടെ 90 എഴുതി വെക്കണം എന്ന് ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്റെ കുട്ടികൾ. അവിടെ 90 എഴുതി വെച്ചോ. മനസ്സിലായോ? 90 ഉണ്ട്, 30 ഉണ്ട്. ഇവിടെ ഏതാണ് ആംഗിൾ വരിക? ഈ ആംഗിൾ ഏതാ വരിക? 60. 90, 90, 30, 60. നോക്കിക്കോട്ടോ. നോക്കിക്കോ. ഈ 90 നേരെ നോക്കിക്കോട്ടോ. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഈ 90ക്ക് ഓപ്പോസിറ്റ് 10. 90ക്ക് ഓപ്പോസിറ്റ് 10 ആണെങ്കിലേ 30ക്ക് ഓപ്പോസിറ്റ് അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും. എത്ര? 5. മനസ്സിലായോ? മനസ്സിലായോ? അവിടെ പഠിച്ചു വെച്ചോളൂ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ? 5. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ? 5√3. ഗുഡ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ BC എന്താണെന്നാണ്? 5 അല്ലെ? AB എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്? 5√3. ഇനി അഥവാ എക്സാമിൽ ഇതിന്റെ ഏരിയ ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ ചെയ്യാം? ഏരിയ നമ്മളവിടെ എക്സാമിൽ ഇതിന്റെ ഏരിയ ചോദിച്ചു. എന്താ? ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ചെയ്യാം അല്ലെ? 5√3. 5 ഇൻറ്റു 5√3 ചെയ്യാം. 5 ഇൻറ്റു 5√3 ചെയ്യാം. ഇങ്ങനെയാണ് ഏരിയ ആണ്. എത്രയാണ് 5 ഇൻറ്റു 5√3? 25√3. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ ടിസ്റ്റ്, എക്സാമിന് നിങ്ങൾ എന്തായാലും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പെരിമീറ്റർ ചോദിച്ചു. എന്ത് ചെയ്യും? ഇവിടെ 5√3 ആണ്. ഇവിടെ എന്ത് തന്നെയാണ്? 5√3. ഇവിടെ 5 ആണ്. ഇവിടെ എന്ത് തന്നെയാണ്?
എങ്ങനെ ഇതിന്റെ പെരിമീറ്റർ കാണാം? എല്ലാതും ആഡ് ചെയ്യാം, എല്ലാ സൈഡും ആഡ് ചെയ്യാം. 5√3 5√3 ആഡ് ചെയ്താൽ എന്താണ്? 10√3. 5√3 5√3 ആഡ് ചെയ്താൽ എന്താണ്? 10√3. 5ഉം 5ഉം ആഡ് ചെയ്താൽ എന്താണ്? 10. ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായോ? 5√3 5√3. ഫോർ എക്സാമ്പിൾ, ഈ √3ന്റെ പകരം മിഠായി വിചാരിച്ചോ. 5 മിഠായിയും 5 മിഠായിയും ആഡ് ചെയ്താൽ എത്ര മിഠായി? 10 മിഠായി. ആ മിഠായിയുടെ സ്ഥലത്ത് √3 കൊടുത്താൽ മതി. 5√3 5√3 10√3. മനസ്സിലായോ? സോ 5√3 5√3 ആഡ് ചെയ്താൽ 10√3. മനസ്സിലായോ? അതേപോലെ 5ഉം 5ഉം ആഡ് ചെയ്താൽ എന്താണ്? 10. ഇത് ക്ലിയർ അല്ലേ? നേരെ മനസ്സിലായില്ലേ?